ഹായ് കൂട്ടുകാരെ, പാലക്കാടൻ അവിച്ചപ്പമാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ കടലപ്പരിപ്പാണ് 1 ഗ്ലാസ് അളവിൽ എടുത്തിട്ടുള്ളത്. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു അരമണിക്കൂർ കുതിർത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1/4 മണിക്കൂറോളം ഇത് കുതിരട്ടെ. കുറച്ച് കൂടുതൽ നേരം കുതിർന്നാലും കുഴപ്പമില്ല, നല്ലപോലെ വെന്ത് കിട്ടും. ഇനി ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് അളവിൽ തന്നെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കുതിർന്ന് അരച്ചെടുത്ത് വെക്കണം. ഇത് നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള മാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കടലപ്പരിപ്പൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അരിയും നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിൽ അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കാം. 1 ഗ്ലാസ് പച്ചരിക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്താണ് ഞാൻ അരച്ചിട്ടുള്ളത്. കൂടെ തന്നെ 2 ഏലക്കായ കൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. 2 ഏലക്കായ കൂടി നമുക്ക് ചേർത്ത് ഒന്നും കൂടി നല്ലപോലെ അരച്ചെടുക്കാം. മാവിപ്പോൾ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഏലക്കായൊക്കെ ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ പരുവായിരിക്കണം മാവ്. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല, ഒരുപാട് കട്ടിയും ആവാൻ പാടില്ല. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി വെക്കാം. നമുക്ക് പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരി അടിയിൽ കട്ടിയായിട്ട് നിൽക്കും, വെള്ളം മുകളിലേക്ക് വന്ന് ലൂസായി വരും. അപ്പോൾ പലഹാരം എണ്ണയിൽ പാറും. ഈ ഒരു കട്ടി ഉണ്ടാവണം, പേസ്റ്റ് പോലെ. മാവിൽ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഉപ്പില്ലെങ്കിൽ ഇതിനൊരു സ്വാദും ഉണ്ടാവില്ല. നല്ലപോലെ യോജിപ്പിച്ച് ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ വിസിൽ മതിയാകും, ഒരേ ഒരു വിസിൽ മതിയാകും. ഇതാ വന്നിട്ടുണ്ട്. നല്ലപോലെ കഴുകിയ ശേഷം ഒരു വിസിൽ, ഒപ്പം വെള്ളം വെച്ച് ഒറ്റ വിസിൽ. നമുക്കിതൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കടലപ്പരിപ്പ് കൊണ്ട് എന്തുണ്ടാക്കിയാലും. ഞാനിവിടെ പരിപ്പ് വടയൊക്കെ കടലപ്പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കാറ്. തുവരപ്പരിപ്പ് ഇട്ട പരിപ്പ് വട എനിക്ക് ഇഷ്ടമല്ല. ഇതാ മുഴുവൻ പരിപ്പും നമുക്കിതുപോലെ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കാം. വലിയ നാളികേരമാണ് ചിരവി എടുത്തിട്ടുള്ളത്. പരിപ്പിനോടൊപ്പം നമുക്ക് ഈ ഒരു ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് അവിച്ചപ്പത്തിൻ്റെ കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. 6 അച്ച് ശർക്കരയാണ് ഇങ്ങനെ ഉരുക്കിയെടുത്തിട്ടുള്ളത്. എൻ്റെ പാൻ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കറുത്ത ശർക്കരയാണ്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുറുക്കിയെടുക്കണം. നൂൽപ്പരുവാവണത്. അപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളമെങ്കിലും ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പഞ്ചാമൃതത്തിൻ്റെ ഒരു പരുവായി വരണം. ഇപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ്. അതിന് ശേഷം ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ മധുരം എത്തും വിധം നമുക്ക് ഈ ശർക്കര പാനിയെ ഇളക്കി കൊടുക്കാം. ഒരു 4 മിനിറ്റോളം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പരിപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ശർക്കര പാനി ഒന്ന് ലൂസാവും. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റും വരെ നമുക്കിത് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നല്ല ക്ഷമ വേണം ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ. പാലക്കാട്ടുകാർ ഇതിനെ പണിയാരം എന്നും പറയുന്നു, അവിച്ചപ്പം എന്നും വിളിക്കുന്നു. 3 ദിവസം വരെ ഇത് കേടുകൂടാതിരിക്കും.
ഇപ്പം നമ്മുടെ ശർക്കര പാനി വറ്റി വന്നിട്ടുണ്ട്. ആഹാ, നല്ല രുചിയാണ് ഇങ്ങനെ വെറുതെ തിന്നാൻ തന്നെ. ഇതിലേക്ക് ഞാൻ ഈ നാളികേരം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ നാളികേരം നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. ഇതുമായിട്ട് ആ പച്ചമണമൊക്കെ പോയി നല്ലൊരു പരുവത്തിലെത്തിക്കണം ഇതിനെ. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം 5 മിനിറ്റോളം. കുട്ടികൾക്ക് ഇതിങ്ങനെ വെറുതെ തന്നെ കൊടുക്കാം, അവരങ്ങനെ കഴിച്ചോളും. അപ്പോൾ നമ്മൾ പണിയാരത്തിൻ്റെ കൂട്ട് തയ്യാറാക്കി കഴിഞ്ഞു. അതാ ഇങ്ങനൊരു ലേശം സ്വല്പം ഈർപ്പം ഇതിലുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടാം. കാരണം ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതുണ്ട്. ഇളം ചൂടോടുകൂടി വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് കൊട്ടുന്നത് ഒന്നും കൂടി തണുക്കാൻ വേണ്ടിയാണ്, എന്നാലേ നമുക്കിത് ഉരുട്ടാൻ കിട്ടുള്ളൂ. ഇനി നമുക്കിത് കയ്യിൽ വെള്ളം നനച്ച് ഉരുട്ടി എടുക്കാം. ഇപ്പോൾ ഒന്നും കൂടെ ആറി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഉരുട്ടാൻ എളുപ്പമാണ് ഇതിൽ ഇങ്ങനെ നമ്മൾ അരച്ചെടുത്താൽ. ഇളം ചൂടോടുകൂടി വേണം അരച്ചെടുക്കാൻ. ഇളം ചൂടോടുകൂടി ഞാനൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒന്ന് കറക്കിയെടുക്കാം. അതിൽ മിക്സി കേടുവരും. ഇനി വീണ്ടും ഒന്നും കൂടി കറക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടയാക്കാൻ പറ്റും. പക്ഷേ ഉണ്ടയാക്കും മുമ്പ് ഒരു പണി കൂടിയുണ്ട്. കുറച്ച് നമ്മൾ അരയ്ക്കാതെ ഇങ്ങനെ എടുത്തു വയ്ക്കും. അരയ്ക്കാത്ത ഈ ഒരു ഭാഗം ഇതിലേക്ക് ചേർത്തിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ. അപ്പം ഇങ്ങനെ ഓരോ പരിപ്പ് കടിക്കുമ്പോൾ നല്ല സ്വാദായി വരും പണിയാരം. ഇനി ഇതൊക്കെ കൂടി ചേർത്തിയാണ് നമ്മൾ കുഴച്ചെടുക്കാൻ പോകുന്നത്. ഉരുളകളാക്കി കുഴച്ചെടുക്കാൻ പോകുന്നത്. കൈ വെച്ച് തന്നെ കുഴയ്ക്കണം. എന്നിട്ട് വേണം ഉണ്ട പിടിക്കാൻ. ഇപ്പോഴൊക്കെ ഇതിന് ഇളം ചൂടുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഇളം ചൂടുണ്ട്. ചൂടില്ലെങ്കിൽ ഇത് ഉരുളില്ല. ഇളം ചൂടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി ഇങ്ങനെ ഉണ്ട പിടിക്കാം. നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കാം. നല്ലോണം ഉരുട്ടണം ലഡു പോലെ, അല്ലെങ്കിൽ മാവുമായിട്ടത് കലങ്ങും. ഇങ്ങനെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ലഡുവിൻ്റെ വലിപ്പത്തിൽ മുഴുവൻ കൂട്ടും ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുകയാണ്, നല്ല ഭംഗിയിൽ തന്നെ. ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പണിയാരമാക്കി അവിച്ചപ്പമാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേക്കും ഇതൊന്ന് മുറുകി ബലം വയ്ക്കും. 1 ഗ്ലാസ് കടലപ്പരിപ്പിൽ 15 അവിച്ചപ്പം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ശർക്കര കൂടുതൽ വേണമെന്നുള്ളവർ ഒരു 2 അച്ച് കൂടി കൂട്ടിക്കോളും. എനിക്ക് ഇത് മതി, 6 അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്ററോളം ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ തിളച്ച് വരണം, നല്ല ആവി വരണം. അപ്പോഴേ പണിയാരം നമ്മൾ ചുട്ടെടുക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ഇതാ ബാറ്റർ റെഡിയാണ്, ഉണ്ടകളൊക്കെ റെഡിയാണ്. ഈ സ്പൂൺ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ഒരു മാവ് കട്ടിയാവുമ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനാണ്. അത് ഈ സൈഡിൽ നമുക്ക് വയ്ക്കാം. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രം ഇങ്ങനെ ഓട്ടകളുള്ള ഒരു ചട്ടുകവും ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം എണ്ണ അടുപ്പത്ത് വയ്ക്കാൻ. ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. എണ്ണ ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല പോലെ ആവി ഇങ്ങനെ വരണം. എന്താ വന്ന് തുടങ്ങി, നല്ല പോലെ വരണം. കുറച്ച് പച്ചവെള്ളം കൂടി അടുത്ത് വയ്ക്കുക. കാരണം നമ്മൾ ഓരോന്ന് മുക്കിയിട്ട ശേഷം നമ്മുടെ കൈ കഴുകാനാണ്. അത് തുടയ്ക്കാനായിട്ടൊരു തുണിയും കൂടെ അരികത്ത് വയ്ക്കുക. ഇപ്പോൾ അതാ നമ്മുടെ എണ്ണ നല്ല പോലെ കാഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉണ്ടകളായി ഇങ്ങനെ ഈ ഒരു മാവിൽ മുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഉണ്ടകളും ഇട്ട് കൊടുക്കുക. ഒരു ട്രിപ്പിന് 10 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിവശം തീ ഇപ്പോൾ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അടിവശം വെന്ത് തുടങ്ങി. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ മറിച്ചിടാൻ പറ്റും. മറിച്ച് കൊടുക്കണം. ഇങ്ങനെ എല്ലാ പണിയാരവും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് പിറ്റേ ദിവസത്തിനാണ് തിന്നാൻ നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാ, നല്ലൊരു അഴകായി വന്നിട്ടുണ്ട്. ഇങ്ങനെ വേവട്ടെ. അവിച്ചപ്പം എന്ന പണിയാരം ഇത് ഉണ്ടാക്കിയ ഉടനെ ഒരു ബലമായിരിക്കും. വൈകുന്നേരമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, ഒരു 5:30 മണി. ഇനി ഇത് രാവിലേക്കാണ് അടിപൊളിയായിരിക്കുക. ഇതിനൊരു കളറ് വരാനുണ്ട്. ആ സമയത്തെ ഇത് വാങ്ങിയെടുക്കാൻ പാടുകയുള്ളൂ. ഒന്നിനോടൊന്ന് ഓട്ടിപ്പിടിക്കൊന്നുമില്ലത്. ഇതാ, ആഹാ, സൂപ്പർ കളറായി വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെയാണ് സുഖിയനും ഉണ്ടാക്കുക. പക്ഷേ മൈദ മാവ് കൊണ്ടാണ് അതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത്. ഇതുപോലെ പയറ്റപ്പം, മുതിര അഥവാ കൊള്ളപ്പം ഒക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് നമുക്ക് വാങ്ങിയെടുക്കാനായിട്ടുണ്ട്. ഒന്നും കൂടെ ഒരു കളർ വരാറുണ്ട്. ഇതാ, ഇപ്പം ഇതിൻ്റെ കളർ പാകമായി വന്നിട്ടുണ്ട്. ഞാൻ തീ താത്തി കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം. പണിയാരം എന്ന അവിച്ചപ്പം. ഈ എണ്ണ നമുക്ക് പപ്പടം കാച്ചാൻ ഉപയോഗിക്കാം, പേര് വയ്ക്കാൻ ഉപയോഗിക്കാം. തണുത്ത ശേഷം കളയേണ്ട ആവശ്യമില്ല. ആഹാ, നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്, കാരണം കടലപ്പരിപ്പിന് ഗ്യാസ് ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ട്. ഇനി അടുത്ത 5 എണ്ണം കൂടി നമുക്ക് ഈ ഒരു മാവിൽ മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. തീയൊന്ന് കൂട്ടി കൊടുക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇത് പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല. ഇത് ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടി വരും.